നിമിഷപ്രിയയുടെ പ്രശ്നം എടുത്തിട്ട് ഉമ്മത്തുകൾ ചർച്ച ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഖുർആനുമായി ഹദീസുമായി ബന്ധമില്ലാത്ത ആളുകളെല്ലാം ഇതിൽ ചർച്ച ചെയ്ത് അവന്റെ ഈമാനിനെ അവൻ നഷ്ടപ്പെടുത്തുകയല്ലേ? ഈ വെറുതെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്തിട്ട് ഇസ്ലാമിക പാരമ്പര്യം എന്താ? ഇവിടെ നിമിഷപ്രിയ ആയാലും റസൂലുള്ളാഹി തങ്ങളുടെ മോള് ഫാത്തിമയായാലും നിയമം ഒന്ന് തന്നെയാണല്ലോ. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാമിക നിയമ കാഴ്ചപ്പാടിൽ നിയമം ഒന്ന് തന്നെയാണ്. കൊലയ്ക്ക് കൊല, അതാണ് ഇസ്ലാം. ഒരാളെ നീ കൊന്നോ തിരിച്ചവനെ കൊല്ലുക, ഇസ്ലാമിക നിയമമാണ് അവിടെ. എന്നിട്ട് ഇസ്ലാമിക നിയമം അവനെ കൊന്ന് തട്ടിയേരെന്ന് മാത്രമല്ല പറയുന്നത്, അവിടെ ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്. ആ കുടുംബക്കാരോട് പോയി ചോദിച്ചു നോക്ക്. അവര് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ദിയാപ്പണം കൊടുത്തിട്ട്, നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് അവര് എന്നെ അംഗീകരിച്ചാൽ അള്ളാഹ് തട്ടിയേരെന്നല്ല ഒറ്റയടിക്കല്ല പറഞ്ഞത്. അള്ളാഹ് എത്ര കരുണയുള്ളവനാ. നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? അവനെ കൊന്നേരെന്നല്ല, ചിലപ്പോ അവന്റെ ഒരു വീറിന്റെയും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ ഒരുപക്ഷെ കൊന്നു കളഞ്ഞതായിരിക്കാം. അപ്പൊ അവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് എന്റെ നിയമം, ഇസ്ലാമിക നിയമം. وكتبنا عليه فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له فمن تصدق به فهو كفارة له. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം എഴുതി വെച്ചത്, തൗറാത്തിൽ എഴുതി വെച്ചത് ഇസ്രായേലികൾക്കും ബാധകമാണ്. ആ നിയമം അല്ലാഹ് മാറ്റിയിട്ടില്ല, നമ്മളുടെ മേലും അല്ലാഹ് മാറ്റിയിട്ടില്ല. വകതബന അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ്. ഒരാളെ കൊന്നാൽ അതിന്റെ നിയമം എന്താണ്? നഫ്സിന് നഫ്സ്, ശരീരത്തിന് ശരീരം. നീ ഇവനെ കൊന്നാൽ കൊലയ്ക്ക് കൊല, അവനെ കൊല്ലുക. ഒരാൾ കണ്ണ് കുത്തി പൊട്ടിച്ചാൽ അവന്റെ കണ്ണെടുക്കുക. ഒരുത്തന്റെ മൂക്ക് കടിച്ചു കീറിയാൽ അവന്റെ മൂക്ക് കടിച്ച് അതേപോലെ എടുക്കുക. അവന്റെ ചെവി കടിച്ചു പറിച്ചാൽ അവന്റെയും ചെവി അതേപോലെ പറിച്ചിടുക. പല്ലിടിച്ചു പൊട്ടിച്ചാൽ അവന്റെയും പല്ല് അതേപോലെ ഇടിച്ചു പൊട്ടിക്കും. അതിനെന്താ ന്യായക്കേട്? അതിനകത്തെന്താ ന്യായക്കേട്? ഇസ്ലാമിക നിയമമാണ്. ഒരുത്തനെ കൊന്നവനെ എല്ലാവരുടെ മുന്നിലും കുറിച്ച് കൊന്ന അടുത്ത പ്രാവശ്യം ഇവിടെ കൊല കുറഞ്ഞിരിക്കും. ഇസ്ലാമിക നിയമം അതാണ്. فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. ആരെങ്കിലും ഇനി അവന്റെ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, എന്റെ മകനിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, നിങ്ങൾ മാപ്പാക്കണം, ഉമ്മ വാപ്പ അല്ല സഹോദര ഒന്ന് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞു, ശരി കുഴപ്പമില്ല പോകട്ടെ, നിങ്ങൾ ഒരു 50,000 റുപ്യ എനിക്ക് തന്നേരെ, ഞങ്ങളുടെ കുടുംബത്തിന് കൊടുത്തേരെ. അവൻ അതുപോലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അള്ളാഹ് പറഞ്ഞേക്കും അവനെ കൊല്ലരുത്, അത് നിങ്ങൾ ഏറ്റെടുക്കണം. അത് അള്ളാന്റെ ഭാഗത്തുള്ള കരുണയാണ്. അവനെ കൊല്ലാനാണെന്ന് അള്ളാഹ് പറഞ്ഞ അവിടെ. ഇസ്ലാമിക തത്വം മനസ്സിലാക്കി. ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ ഒരു ജഡ്ജി, ഞാൻ ഈ നാട്ടിലെ കോടതിയിലെ ജഡ്ജിയാണ്, ചീഫ് ജസ്റ്റിസാണ്, ചീഫ് ജഡ്ജിയാണ്. ഞാൻ കണ്ടു ഒരുത്തം വ്യഭിചരിക്കുന്നത്, ഞാൻ കണ്ടു, എന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാനാണ് നിയമം പാസ്സാക്കേണ്ടത്. ഇല്ല, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിനക്ക് അങ്ങനെ വിധിക്കാൻ പറ്റൂല. 4 പേര് കണ്ടിരിക്കണം അത് അവൻ വ്യഭിചരിക്കുന്നത്. ഇസ്ലാമിക കാഴ്ചപ്പാട് അതാണ്. യഥാർത്ഥത്തിൽ നീ വ്യഭിചരിച്ചു, സംഭവം നീ വ്യഭിചരിച്ചു തന്നെയാണ്. ആ ജഡ്ജി കണ്ടു, അല്ലെങ്കിൽ 2 പേര് കണ്ടു, അല്ലെങ്കിൽ 3 പേര് കണ്ടു, പോരാ, 4 പേർ അത് കണ്ടിരിക്കണം. എന്തിനാ അവൻ വ്യഭിചരിച്ചു എന്നുള്ള അള്ളാഹ്ക്കും അറിയാം, അവർക്കും അറിയാം. എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം, ഈ തെറ്റിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം, അവനെ നാണം കെടുത്തരുത് സമുദായത്തിന്റെ മുന്നിൽ. അതിന് അല്ലാഹു തആല 4 സാക്ഷികളെ അവിടെ കൊണ്ടുവരാൻ പറയുകയാണ്. ഈ 4 സാക്ഷികളെ കൊണ്ടുവരാതെ ഒരിക്കലും അവന്റെ മേൽ ഈ വ്യഭിചാര ആരോപണം നിങ്ങൾ നടത്തരുത്. ഇസ്ലാമിക നിയമമാണ്. എന്താ കൊള്ളൂല? ഇത് നല്ല നിയമമല്ലേ? എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ ഒരു പെണ്ണിനോട് അങ്ങോട്ട് പോയാൽ അല്ല വീട്ടിൽ കയറിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു പിരിവിന് പോയതായിരിക്കും, ഉസ്താദ് മാത്രമേ കാണുള്ളൂ, നോക്കുമ്പോൾ കാക്ക ഇല്ല, ഇത്ത മാത്രമേ ഉള്ളൂ, ഇറങ്ങി വരുമ്പോൾ 2 പേരും ഒരുമിച്ച് ഇറങ്ങി വരുന്നത്, തീർന്ന സംഭവം. നമ്മളിവിടെ നിയമം പാസ്സാക്കി. അവൻ പിന്നെ കിടന്ന് പറയുന്നു അങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. നീ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ. അള്ളാഹേക്കാളും വലിയ നിയമം പാസ്സാക്കാൻ നീ ആര്? നമ്മളല്ലേ ഇവിടെ നിയമം പാസ്സാക്കുന്ന ഓരോരുത്തരും. അള്ളാഹ് പറഞ്ഞ വാക്ക് ഇതാണ്,
വല്ലാത്തി യഅതീനൽ ഫാഹിഷത മിൻ നിസായിക്കും ഫസ്തശ്ഹിദു അലൈഹിൻ അർബഅത മിൻകും. 4 പേരെ കൊണ്ടുവാ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ല മഹാനവറുകളെ, അന്ന് ഖാളിയാണ് അദ്ദേഹം, അവിടെ അന്നേരത്തെ നീതിമാനാണ്, അവിടുത്തെ ജഡ്ജിയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ദേ ഇല്ല സഹോദരനെ കണ്ടാ പോകുന്നു, അവന്റെ ദാടിയിലൂടെ മദ്യം ഒഴുകുന്നത് ഞാൻ കണ്ടു, ആ വെള്ളം അടിച്ചിട്ട് അതിന്റെ തുള്ളി ഇങ്ങനെ ഒഴുകുന്നത് ഞാൻ കണ്ടു. നീയല്ലേ കണ്ടത്? ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശരി തന്നെയാണ്. അത് പറഞ്ഞു കൊടുത്തോണ്ട് അവൻ ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടില്ലേ? നീയല്ലേ കണ്ടത്? ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവനെ അങ്ങനെ വിധിക്കാൻ പറ്റൂല. നമ്മളത് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഒരു പെണ്ണ് പറഞ്ഞ വ്യഭിചരിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ നിങ്ങൾ ഹദ്ദടിച്ചോളി, എന്നെ കൊന്നോളി, അതിന്റെ നിയമം പാസ്സാക്കിക്കോളി, വയറ്റിൽ കുട്ടിയുണ്ട്, റസൂൽ പറഞ്ഞു നീ പൊയ്ക്കോ, കുഴപ്പമില്ല, പൊയ്ക്കോ, തൗബ ചെയ്ത് മടങ്ങട്ടെ എന്നർത്ഥം. പിന്നെയും ആ സഹോദരി അടുത്ത് വന്ന് എനിക്ക് അല്ലാഹയെ പേടിയാണ്. അപ്പോഴാണ് റസൂൽ തങ്ങൾ ഹദ്ദ് നടപ്പിലാക്കാൻ ഒരുങ്ങിയത്. അള്ളാന്റെ റസൂൽ അവിടെ ആഗ്രഹിച്ചത് എന്താണ്? അവള് തൗബ ചെയ്ത് അതിൽ നിന്ന് പിന്മാറിയാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടിട്ട്. ഒരാളെ നശിപ്പിക്കാനും തകർക്കാനുമല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതാദ്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് നാട്ടിലെ ഒരു പ്രമുഖൻ മോഷ്ടിച്ചു. നിയമം കൊണ്ടുവന്ന എന്താ? കൈ മുറിച്ചു മാറ്റുക. ഇസ്ലാമിക നിയമം തന്നെയാണ്. ഒരാൾ മോഷ്ടിച്ചാൽ അവന്റെ കൈ മുറിച്ചു മാറ്റുക, പിന്നെ അവൻ ആ കൈ കൊണ്ട് മോഷ്ടിക്കരുത്, അവനെ മോഷ്ടിക്കാൻ പാടില്ല. അതല്ല നിയമം. എന്താ കുഴപ്പ നിയമത്തിന്? ഇതിന്ന് മോഷ്ടിച്ചവനെ അടിയും കൊടുത്ത്, ചെവിക്കുട്ടി കഴിഞ്ഞ് 2 അടിയും കൊടുത്ത് പിടിച്ചകത്ത് 2 ആഴ്ചക്ക് ഇട്ട് ഒരു 5000 രൂപ പെറ്റി എഴുതി മേടിച്ച് ഇപ്പുറത്ത് ഇറക്കി വിടുമ്പോൾ ഒന്നും കൂടെ അവിടെ നിന്ന് നല്ല ഗോതമ്പുണ്ട് എന്ന് ഉഷാറായിട്ട് വീണ്ടും അവൻ കക്കാനുള്ള നല്ല തയ്യാറെടുപ്പോടുകൂടി വരും. അവിടെയുള്ള ആളുകളെയൊക്കെ അവ ഒന്നുകൂടെ സോപ്പിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു വെക്കും. പ്രശ്നമില്ല. ഇതിലെ കൂടെ പോയി അതിലെ കൂടെ ഇറങ്ങി വരും. അവന്റെ കൈ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ആ കൈ കൊണ്ടവൻ കക്കൂല, അവൻ പഠിക്കും, ബാക്കിയുള്ളവൻ പഠിക്കും. അതുകൊണ്ടാണ് പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്, ബാക്കിയുള്ളവൻ പഠിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ മോഷ്ടിച്ചു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാളാരാ? ഇതിൽ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വ്യക്തിയാണ് മോഷ്ടിച്ചത്, എങ്ങനെയെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യണം. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ പാർട്ടിക്കാരെ എന്ത് തമ്മാടിത്തരം ചെയ്താലും അതിന്റെ മോലാളി പോയിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ട് എങ്ങനെയായാലും അവനെ അതിൽ നിന്ന് റിലീസാക്കി എടുക്കും. നമ്മുടെ പാർട്ടിക്കാരനായതുകൊണ്ട് വിളിച്ചു പറയും, നമ്മുടെ പാർട്ടിക്കാരനാ സംഭവിച്ചു പോയി. അല്ലാത്തവനാണെങ്കിലോ അല്ലാഹു അക്ബർ, അവനെ ടോറസിന്റെ അടിയിലിട്ട് ഞെരുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഒരു പാവപ്പെട്ടൊരുത്തനാണ് സംഭവിച്ചു പോയി, ഒരു സാധുവാണ് സംഭവിച്ചു പോയി, അവനെ ഒന്ന് രക്ഷപ്പെടുത്തണം. നമ്മുടെ പാർട്ടിക്കാരനെന്നല്ല, ഒരു മാനുഷിക പരിഗണന ഒന്ന് കൊടുക്കാമല്ലോ എന്ന് കരുതി അവന്റെ ഒരു സഹായത്തിനൊന്ന് പോയി നോക്ക്. അവനൊന്നും വിടരുത്, നമ്മുടെ എതിരാളിയാ, മറ്റവന്റെ പാർട്ടിയാ, വിട്, തട്ടവനെ. അങ്ങനല്ലേ പറയൂ. ഇതല്ല ഇസ്ലാമിക വ്യവസ്ഥ. ഇതല്ല ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മുശ്രിക്കാവട്ടെ, ആരുമാകട്ടെ, അള്ളാന്റെ റസൂലിന് മുന്നിൽ വന്ന നീതി ഏതാണ്, അതിനാണ് അവിടെ വില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ അപേക്ഷയുമായി നബി തങ്ങളിലേക്ക് വിട്ട് റെക്കമെൻഡേഷൻ ചെയ്യാൻ. ഉസാമയോട് വലിയ ഇഷ്ടമാണ് നബി തങ്ങൾക്ക്. അപ്പൊ ഏറ്റവും അടുത്ത ആള് എന്ന നിലയിൽ, പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഉസാമ പറഞ്ഞ നബി തങ്ങൾ കേൾക്കുമല്ലോ. ഉസാമ റളിയല്ലാഹു തആല അൻഹു നബി അടുക്കലേക്ക് വന്നു. നമ്മുടെ നാട്ടുകാരെ ഒരു പരിചയക്കാരന്റെ മോളാണ്, അത് സംഭവിച്ചു പോയത്, അതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ആയി കൊടുക്കും. നബിയോട് അന്നു വരെ ഏറ്റവും മഹബത്ത് എന്ന ഒരു വാക്കോ നബിതങ്ങൾ ദേഷ്യപ്പെടുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. നബിതങ്ങളോട് നിയമത്തിന് എതിരെ ഒന്ന് ഒരു നിലപാടെടുക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് കോപത്തോടെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹി തശ്ഫഉ അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ് യാ ഉസാമ. അല്ലാഹുവിന്റെ നീതി വ്യവസ്ഥയിൽ നീ എന്നോട് റെക്കമെൻഡേഷൻ ചെയ്യാൻ വന്നില്ലേ? ثم قام على المنبر فاختطب. റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും. നിങ്ങളുടെ മുൻഗാമികളൊക്കെ നശിച്ചു പോയതും തകർന്നു പോയതും തരിപ്പണമായതും എന്തെന്നറിയുമോ? ഇദാ സറഖ ഫീഹിമു ശരീഫു തറകു വഇദാ സറഖ ഫീഹിമുൽ ലഈഫു അഖാമു അലൈഹിൽ ഹദ്ദ.
നാട്ടിലെ പ്രമാണിമാര് എന്ത് തമ്മാടിത്തരം ചെയ്താലും അവനെയൊക്കെ വെറുതെ നിങ്ങൾ വിടുകയും ഏതെങ്കിലും പാവപ്പെട്ടവൻ, അട്ടപ്പാടിയിൽ കിടക്കുന്നവൻ, കുടിലിൽ കിടക്കുന്നവൻ, ആളും പേരും ഇല്ലാത്തവൻ, പേരും പ്രശസ്തിയും ഇല്ലാത്ത ഒരുത്തൻ ഒരു തെറ്റ് ചെയ്താൽ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവനെതിരെ നിങ്ങൾ നിയമം പാസാക്കുകയും ചെയ്യും. ഇതായിരുന്നു നിങ്ങളുടെ നിലപാട്. അതാണ് നിങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നത്. എങ്കിൽ ഈ മുഹമ്മദ് ആണയിട്ട് പറയട്ടെ, ലൗ സറഖത് ഫാത്തിമത ബിൻത മുഹമ്മദിൻ ലഖതഅതു യദഹാ, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ പൊന്നുമോൾ ഫാത്തിമ. എന്റെ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചവളുടെ കരം ഞാൻ ചെരിച്ചു കളയും. ചങ്കൊറ്റത്തോടെ പറയാൻ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ ഇന്ന്? റസൂലുള്ള പറഞ്ഞതാ സദഖ റസൂലുള്ള. റസൂലുള്ള പറഞ്ഞാണ്, അപ്പുറത്ത് പറഞ്ഞില്ലല്ലോ, ഇത്രത് പറഞ്ഞില്ലല്ലോ. അതാണ് റസൂലുള്ള. ഇത് ഉൾക്കൊള്ളണമെങ്കിൽ ആരാ റസൂലുള്ള എന്ന് അറിഞ്ഞിരിക്കണം, ആരാണ് അള്ളാഹ് എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ഈമാനിക ഇസ്ലാമിക ശരീഅത്ത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇസ്ലാമിക ശരീഅത്തൊന്നും ആർക്കും എതിരേ അല്ല. അത് നടപ്പിലാക്കിയാൽ, ഗാന്ധി പോലും പറഞ്ഞാൽ നടപ്പിലാക്കണമെന്നാണ്. ഉമറിന്റെ ഭരണം നടപ്പിലാക്കണമെന്നാണ്. ഉമറിന്റെ ഭരണമല്ലാതെ അത് അള്ളാന്റെ റസൂലിന്റെ ഭരണമാണ് ഉമർ നടപ്പിലാക്കിയത്. അല്ല, ഉമറിന് പ്രത്യേകമായ വ്യവസ്ഥയൊന്നുമില്ല. ഞാനിവിടെ ഒരു നിയമം നടപ്പിലാക്കൽ എന്റെ നിയമമല്ല, ഇത് അള്ളാന്റെ റസൂലിന്റെ നിയമമാണ്. അള്ളാഹ് റസൂൽ എതിർക്കുന്നവൻ പിഴച്ചവനാണ്. അതിന് ഞാൻ നടത്തിയാലും ശരി, ആര് നടത്തിയാലും ശരി, ഇസ്ലാമിക നിയമം അതാണ്. ബഹുമാനമുള്ള സഹോദരൻ, ഒരാൾ കൊന്നു, അതിന്റെ പരിഹാരം അവനെ കൊല്ലു തന്നെ, നിയമമൊന്നുമില്ല. ഇനി അവരോട് ചർച്ച ചെയ്യും, അത് റാഹത്തായെങ്കിൽ അനുകൂലം, ഇല്ലെങ്കിൽ കൊല്ലും. നിയമം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതിന് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എതിരായി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ഭാര്യയുടെ കാര്യം നോക്കാൻ നമുക്കൂടെ സമയമില്ല. അവർക്ക് അസുഖം പിടിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് പറഞ്ഞ കാക്ക ഒന്ന് ആശുപത്രി പോകണം കാക്ക, ആശുപത്രി പോകണം കാക്ക, അത് കൊണ്ടുപോകാക്കാന്ന് പറഞ്ഞിട്ട് നോക്കാനും വയ്യ, കൊണ്ടുപോകാനും അവനെ കൊണ്ട് കഴിയില്ല. ഇവ യമനി കിടക്കുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ രാത്രി 12 മണി വരെ ഇരുന്ന് സഹർ അത്താഴം കഴിച്ചോണ്ട് ഇത് തന്നെ അവന്റെ പണി, തന്നെ അവന്റെ മൊത്തം പണി. അയാൾ പോയി, ആ ഉസ്താദ് പോയി, ആ ഷേഖ് പോയി, ഈ ഷേഖ് പോയി, ഇവരെ കൊണ്ട് പറ്റാത്ത അവർക്ക് പറ്റി, ഇവരെ കൊണ്ട് പറ്റാത്ത ഇവർക്ക് പറ്റി. ഇസ്ലാമിക നിയമം പഠിച്ച് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ലല്ലോ. ഒരു ചർച്ച, അനുരഞ്ജന ചർച്ചയാകാമല്ലോ. അതിന് അംഗീകരിച്ചാൽ അതിനെ ഓക്കെ. فمن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل انه كان منصورا. ഒരാളെയും നിങ്ങൾ ആവശ്യമില്ലാതെ കൊന്നുകളയരുത്. നിയമമാണ് ഇസ്ലാമിക നിയമം. ഒരാളെയും കൊന്നുകളയരുത്. വെറുതെ അനാവശ്യമായി ഒരാളെ കൊല ചെയ്യരുത്. ഒരാളെ കൊന്നാൽ മുഴുവൻ പേരെയും കൊന്നവനെ പോലെയാണ്. ഒരാളെ കൊല്ലാതെ വെറുതെ വിട്ടാൽ ഈ സമുദായത്തിലുള്ള മുഴുവൻ പേർക്കും നീ പുനർജന്മം നൽകിയവനെ പോലെയാണ്. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ, 7 കാര്യം നിങ്ങൾ സൂക്ഷിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അത് വൻ പാപമാണ്. അത് ഒഴിവാക്കലാണ് നിങ്ങൾക്ക് നല്ലത്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ തീച്ചുള്ള നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നഊദു ബില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നാമത് അശ്ശിർക്കു ബില്ലാഹ്. ലോകത്ത് ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ലോകത്തൊരു ശക്തിയുമില്ല. അവനെ കൊണ്ട് മാത്രമേ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയൂ. അവനെ കൊണ്ട് മാത്രമേ സഹായിക്കാൻ കഴിയൂ. അവനെ കൊണ്ട് മാത്രമേ നമുക്ക് ഉപജീവനം നൽകാൻ കഴിയൂ. അല്ലാതെ ഒരൊറ്റ ശക്തിക്കും പറ്റൂല, കഴിയുകയില്ല. ആരെല്ലാം എന്തു പറഞ്ഞാലും കഴിയില്ല എന്ന് നിങ്ങൾ ഉറക്കെ വിശ്വസിക്കണം. അശ്ശിർക്കു ബില്ലാഹ്. അങ്ങനെ കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ഈമാനിൽ നിന്ന് നീ പുറത്തു പോകും. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വാക്കാണ്. അശ്ശിർക്കു ബില്ലാഹ്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു, വസ്സിഹർ. ഒരുത്തനെ തകർക്കാൻ വേണ്ടിയിട്ട് നീ മാരണം ചെയ്ത് മന്ത്രവാദം നടത്തി അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ കടയെയും അവനെ നശിപ്പിക്കാൻ നീ പണിയെടുത്താൽ നീ മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമില്ല. നിന്റെ പേര് ഇസ്ലാമിൽ നിന്ന് അല്ലാഹു തആല എന്നെ എടുത്ത് കളഞ്ഞു. നീ കാഫിരീങ്ങളിൽപ്പെട്ടവനാണ്, നീ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനാണ്, നീ ഒരിക്കലും മുസ്ലിമേ അല്ല. ചിന്തിക്കണം നല്ലതുപോലെ. ഇത് ചെറിയ വാക്കല്ല, വലിയ വാക്ക. 7 കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞത്. ഒരുത്തനെ തകർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നീ എടുത്തു കഴിഞ്ഞാൽ നീ പിന്നെ മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അത്ര വലിയ വാക്കായത് ചെറിയ കാര്യമല്ലല്ലോ. ചെറിയ കാര്യമാണ് ഇത്. കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുടെ പേരിൽ മാരണം ചെയ്ത് അവനെ തകർക്കാൻ നോക്കുന്നു. ചിലപ്പോ അത് സംഭവിച്ചേക്കാൻ ചെയ്യുന്നത്. അത് സംഭവിക്കുന്നത് കൊണ്ട്
അതുകൊണ്ടാണല്ലോ റസൂലുള്ള പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ശൈത്താനിന് പല കഴിവുകളുമുണ്ട്. ആ പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് ഇതേപോലുള്ള ക്ഷുദ്രങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ അവൻ തകരാനും സാധ്യതയുണ്ട്. പക്ഷേ ദുനിയാവിൽ അവൻ തകർന്നാൽ ആഖിറത്തിൽ അവൻ വിജയിക്കും. നീ ദുനിയാവിൽ അവനെ തകർത്ത് നീ രക്ഷപ്പെട്ടത് കൊണ്ട് ആഖിറത്തിൽ നീ പരാജിതനായിരിക്കും. അതാണ് എന്റെ അർത്ഥം. അതുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കേണ്ടെന്നാണ്. പിന്നെ എന്ത് ചെയ്യണം? നിന്നെ ആക്രമിക്കുന്ന ഒരുത്തൻ പറഞ്ഞു ആവർത്തിച്ച്, എന്റെ കാര്യം നിന്നിൽ ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹ് എന്നെ ജോലിക്ക് അവൻ സമ്മതിക്കുന്നില്ല. എന്നെ അവൻ കാണുമ്പോ അവന് ഹാലളകുന്നു. എന്നെ കൊണ്ട് അവൻ ഇടങ്ങേറുണ്ടാക്കും. പറഞ്ഞു നോക്ക്, കാര്യമായിട്ട് പറഞ്ഞു നോക്ക്. എനക്ക് പിന്നെ ഒരു ദിക്ർ അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. ഈ ലാലിമീങ്ങളെ കൊണ്ട് തകർന്നു നശിച്ചു പടച്ചവനെ, ഇവന്റെ ഷർറിൽ നിന്ന് അല്ലാഹ് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ ആരൊക്കെ ഷർറുകൾ ചെയ്യുന്നു അവന്റെ ഷർറിൽ നിന്ന് അല്ലാഹു തആല രക്ഷിക്കും. ആവർത്തിച്ച് പറയും. നിയമങ്ങളുണ്ടല്ലോ. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിന്നെ കുതന്ത്രത്തിലൂടെ നശിപ്പിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹ് നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോളും. ഇത് ചൊല്ലിക്കോ. അല്ലാഹ് ഖുർആൻ പറഞ്ഞു. വിശ്വസിച്ചൂടെ? അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ. പിന്നെന്ത് നമുക്ക് ഇതിനകത്ത് എന്ത് രണ്ട് കാര്യം സംശയം? ഊതിക്കൊടു, ബാക്കി കാര്യം അല്ലാഹ് നോക്കിക്കോളും. നമുക്ക് പൂച്ച തലയ്ക്കകത്തും താറാവിന്റെ തലയ്ക്കകത്തും അതിന്റെ തലയ്ക്കകത്തും ഇതിന്റെ തലയ്ക്കകത്തും നമ്മൾ എടുത്ത് കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് കുഫറിലേക്ക് എത്തിക്കും. 3 ഉണ്ടോ? ആവശ്യമില്ലാതെ ഒരാളെ കൊല്ലാൻ പാടില്ല. കൊല ചെയ്യുകൾ ഏറ്റവും വലിയ പാവമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കൊല, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം നമ്മളത് ചെയ്യാൻ പാടില്ല. ഇല്ലാ ബിൽ ഹഖ് വഖത്ലുൻ നഫ്സി മാ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ന്യായത്തിന്റെ പേരിലാണെങ്കിൽ അവനെ കൊല്ലാം, ഇല്ല എങ്കിൽ കൊല്ലാൻ അനുവാദം ഇല്ല. ആണ് എന്റെ ഇസ്ലാമിക നിയമം. ഒരാളെ നമ്മൾ അനാവശ്യമായി കൊല്ലാൻ പാടില്ല. നമ്മുടെ വ്യക്തിപരമായ പേരിലോ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിലോ നമ്മുടെ സംഘടനയുടെ പേരിലോ അവനെ നമ്മൾ കൊല്ലാൻ നമുക്ക് അനുവാദം ഇല്ല ഇസ്ലാമിക നിയമം അനുസരിച്ച്. അങ്ങനെ കൊന്നാൽ വൻപാപമാണ് നീ ചെയ്തത്. നിന്നെ തിരിച്ചു കൊല്ലലാണ് അതിന് പരിഹാരം ഇസ്ലാമിക നിയമം അനുസരിച്ച്. ഇല്ലെങ്കിൽ ഖാലിദൻ മുഖല്ലിദൻ ഫിന്നാർ, നാളെ കാലാകാലം നീ നരകത്തിൽ കിടക്കേണ്ടി വരും. ദുനിയാവിൽ നിനക്ക് ഒരു പക്ഷേ പേരും പ്രശസ്തി ഉണ്ടായേക്കാം, ആഖിറത്തിൽ നീ നരകം ഏറ്റുവാങ്ങേണ്ടി വരും. ആഖിറത്തിൽ നരകം ചെറിയ കാര്യമല്ല. ഇന്നഹാ കാനത് ആഖിറത്തിലെ നരക റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. നമ്മൾ ആ നരകത്തെ കുറിച്ച് ചോദിച്ചത്. അത് വലിയ ദുർഘടം പിടിച്ച സ്ഥലമാണ് പടച്ചവനെ, അത് വലിയ ദുരന്തമാണ്. അവിടെ രക്ഷിക്കാൻ ആരുമില്ല. അവിടെ നിലവിളിക്കും, കേൾക്കാൻ ആരും ഉണ്ടാവൂല. കരുണയ്ക്ക് വേണ്ടി യാചിക്കും, ഒന്ന് രക്ഷപ്പെടുത്ത അല്ലാഹ് എന്ന് ചോദിക്കും, ആരും ഉണ്ടാവൂല. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ. ഒന്ന് രക്ഷപ്പെടുത്ത പടച്ചവനെ, ഒന്ന് രക്ഷപ്പെടുത്ത പടച്ചവനെ. ഇല്ല, ഉണ്ടാവൂല. കേൾക്കാൻ ആരുണ്ടാവൂലല്ലോ. നിന്റെ ആവലാതി, നിന്റെ പരിഹാരം അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും അവിടെ ഉണ്ടാവില്ലല്ലോ. അല്ലാഹ് എഴുതി തള്ളിയ തന്നെ പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിൽ പോയി കിടക്കേണ്ടി വരുമെന്ന പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരാളെയും കൊല്ലാൻ പാടില്ല. കൊന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ നിനക്ക് വലിയ വണ്ടിയിൽ പോവാം, ഇവിടെ നിനക്ക് വലിയ വീട്ടിൽ താമസിക്കാം, ഇവിടെ നിനക്ക് പേരും പ്രശസ്തി ഉണ്ടാവും, ഇവിടെ നിനക്ക് 10 പേര് നിന്റെ പിന്നാലെ തോക്കും പിടിച്ചുകൊണ്ടൊക്കെ നടക്കും. ഒക്കെ സംഭവം ശരിയാണ്. ഒരു ദിവസം നിന്റെ ബാറ്ററിയുടെ ചാർജ് തീരും. ഒരു ദിവസം നിന്റെ ബാറ്ററിയുടെ ചാർജ് തീരും. അതിന് ഗ്യാരണ്ടി ഇവർക്ക് തരാൻ പറ്റൂല. അതിന് ഏത് ഐസിയിൽ പോയാലും എത്ര കോടി മുടക്കിയാലും. ഞാൻ ഇന്നലെ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരനോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രോഗം മൂർച്ഛിച്ചപ്പോ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്, ഒന്ന് രക്ഷപ്പെടുത്തണം. സിംഗപ്പൂരിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. 10 കോടി രൂപ ബില്ലടച്ചു. കേരളക്കാരനാണ്, തിരുവനന്തപുരംകാരനാണ്. 10 കോടി രൂപ ബില്ലടച്ചു. സുഖമായില്ല, ഇപ്പോൾ ആശുപത്രി കിടക്കുക. ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുകയാണ്.
10 കോടി രൂപയുടെ ബില്ല് ഒന്ന് ആലോചിക്കുക. ഒരു ദിവസം ICU ചാർജ് 25 ലക്ഷം, 1/4 കോടി രൂപ. ചിന്തിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ചിന്തിക്കാൻ പറ്റുമോ? ഒരു ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കോടാനകോടി നമ്മൾ തരാം എന്ന് പറഞ്ഞാലും ആ ജീവൻ തന്നവനെ കൊണ്ടേ അത് തിരിച്ചു തരാൻ പറ്റുള്ളൂ. അത് ചിന്തിക്കുക. നിന്റെ പണത്തിനെ കൊണ്ട് അത് പറ്റൂല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ നിനക്ക് എന്ത് അക്രമം ഈ ദുനിയാവിൽ ചെയ്യാം, എന്ത് അഹങ്കാരവും നിനക്ക് ചെയ്യാം. നീ അഹങ്കരിച്ചു പോയി. അങ്ങനെ ഖാറൂനെ അല്ലാഹ് പിടിച്ചു കെട്ടി, ഹാമാനെ അല്ലാഹ് പിടിച്ചു കെട്ടി, അബൂജഹലിനെ പിടിച്ചു കെട്ടി, ഉത്തുബത്തിനെ പിടിച്ചു കെട്ടി, ശൈബത്തിനെ പിടിച്ചു കെട്ടി. എനിക്കെല്ലാം ആകും എന്ന് അവരുടെ ആയ കാലത്ത് അവർ ചിന്തിച്ചു. അവസാനം ഒന്നുമില്ലാത്ത 0 ആയിട്ട് പോയി. അവസാനം അവർ വിളിച്ചത്, റബ്ബേ നീ തന്നെയാണ് വലിയവൻ, നിന്റെ പ്രതാപമാണ് വലുത്, എന്റെ ഭാഗത്ത് നിന്നാണ് തെറ്റുവന്നത്. ആ സമയത്ത് അവർ പശ്ചാത്തപിച്ചു. പക്ഷെ ഫായിദയില്ല. ലാസ്റ്റ് എന്താ ഫായിദയുള്ളൂ? സംഭവം തീർന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് 7 കാര്യങ്ങൾ നമ്മുടെ വിഷയം. അതാണ് പലിശ തിന്നല് വലിയ പാവമാണ്, വലിയ പാവമാണ്, വലിയ പാവമാണ്. യത്തീമായ മക്കളുടെ പണം തിന്നല്, യത്തീമായ മക്കളുടെ പണം തിന്നല്, അനാഥ മക്കളുടെ പൈസ, അനാഥ മക്കൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വക്കീലിനെ വെച്ച് ആ പണം തിന്നല് ദുനിയാവിൽ നിനക്ക് കിട്ടും. മോനെ, നീ മരിച്ചു പോയാൽ ഈ മയ്യത്ത് നിസ്കരിക്കുന്നവന്റെ ഒരു നിസ്കാരവും നിനക്ക് പ്രയോജനപ്പെടുകയില്ല. അവിടെ മുതൽ നിനക്ക് അള്ളാന്റെ ശിക്ഷയാണ്. നരകത്തീയുടെ ജ്വാല തുറന്നു വിടാൻ പോവുകയാണ്. ആറാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യുദ്ധമുഖത്തിൽ നിന്ന് പേടിച്ച് പിന്തിരിഞ്ഞു ഓടൽ വലിയ പാപം. ആ 7 മുഅ്മിനത്തുകളായ സ്ത്രീകളെ അനാവശ്യമായി ഹറാമിനെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു പെണ്ണിനെ കുറിച്ച് ദുരാരോപണം നമ്മൾ നടത്തൽ ഏറ്റവും വലിയ പാവമാണ്. ഏറ്റവും വലിയ പാവമാണ്. അവള് നിക്കാബ് വിട്ട് മൂടി പിടിച്ച് നടക്കുന്നു. അവൾക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. അവളെ ചാറ്റ് കണ്ടില്ല, അത് കണ്ടില്ല, ഇത് കണ്ടില്ലേ. ഔദുബില്ല. അള്ളാഹു നമ്മളെ കൽബുകൾ അള്ളാഹ് ശുദ്ധിയാക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹു നമ്മളെ ശുദ്ധിയാക്കട്ടെ. കാരണം നമുക്ക് ചിന്തിച്ചു പോകും, പേടിച്ചു പോകും. ചില വാക്കുകൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു പോകും. നമ്മൾ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് ചാറ്റുമ്പോൾ മറ്റവളെ ചാറ്റുമായിരിക്കും കേട്ടോ. അവർ ചിലപ്പോൾ തന്നെ ഭർത്താവിന് ചാറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ ചിന്ത പോകുന്നത് വേറെയാണ്. കാരണം നമ്മുടെ ജോലി അതാണല്ലോ. അപ്പൊ നമുക്കും അങ്ങനെ ആയിരിക്കും ചിന്ത വന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ചിന്ത നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണ്? നരകത്തിലാണ്. അല്ലാഹു കാക്കട്ടെ. ചിന്തിക്കുക. അതാണ് ഇസ്ലാമിക നിയമം പഠിക്കണം. അബീബേ, ഇസ്ലാമിക വ്യവസ്ഥകൾ പഠിക്കുക. നമ്മൾ അത് എല്ലാവർക്കും അത് അനുകൂലമാണ്, എല്ലാവർക്കും അത് ഗുണമുള്ളതാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു പ്രത്യേക ഭാഗത്തിനോ ഇതിനകത്ത് ഒരുപാട് വേറെ ചരിത്രങ്ങളൊക്കെ ധാരാളമുണ്ട്. ജൂതന്മാരോട് അല്ലാഹ് കാണിച്ച, റസൂലുള്ള കാണിച്ചത്, മുശ്രിക്കീങ്ങളോട് കാണിച്ചത്, മദീനയിൽ വന്നപ്പോൾ കാണിച്ചത്, നീതി വ്യവസ്ഥകൾ ധാരാളമുണ്ട്. ജൂത സ്ത്രീകളോട് കാണിച്ചത്. റസൂലുള്ള നീതിയെ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളൂ. അനീതിയൊന്നും ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചിട്ടേ ഇല്ല, പഠിപ്പിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് വെക്കണം. يا أيها الذين آمنوا كتب عليكم في القصاص ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. ഈ ഖുർആൻ പഠിച്ചാൽ മാത്രം മതി. ബുദ്ധിജീവികളെ, ജസ്റ്റിസുമാരെ, നിയമപാലകരെ, നിങ്ങൾക്ക് ഇവിടെ നല്ല ഒരു ജീവിതം, നല്ല ഒരു പേര്, നല്ല ഒരു പ്രശസ്തി നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ നിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ പഠിക്ക്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തത്തുല്യമായി അതിന്റെ പ്രതിക്രിയ അതാണ് എന്ന് നിങ്ങൾ പഠിക്കുക. വലക്കും ഫിൽ ഖിസാസ് ഹയാത്തുൻ. നിങ്ങൾക്കൊരു ജന്മം കിട്ടും, പുനർജന്മം ഉണ്ടാകും, ഒരു പേരുണ്ടാകും, ഒരു വിലയുണ്ടാകും, ഒരു നിയമമുണ്ടാകും, ഒരു നിലയുണ്ടാകും. യാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരെ. അല്ലാതെ വെറുതെ കിടന്ന് നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ ആ ചാനലിൽ അങ്ങോട്ട് കയറി, ഈ ചാനലിൽ കയറി ഇരുന്ന് ആർക്കും ഒന്നും പറയാം. അത് ആളുകൾ ലോകത്ത് കാണാൻ വേണ്ടിയിട്ട് എന്തോ വലിയൊരു പ്രശസ്തമായിട്ടാണ് അത് കാണുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കും. ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ പൊന്നു സഹോദരങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇത് ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അവരത് അനുസരിക്കും, അത് പാലിക്കും. നമുക്കെന്തെങ്കിലും അതിനകത്ത് സഹായിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെതായ ചർച്ചകളൊക്കെ ആയിരിക്കും നടക്കുന്നത്. അത് നടന്നാൽ നടക്കും, രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പൊ അവരെ കൊല്ലുന്നുകൊണ്ടോ നമുക്കിവിടെ ഒരു പ്രശ്നമില്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? ചിത്രവധ ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ട്. ഒരാളെ ഒരു കൊല ചെയ്താൽ പോലും നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ അറത്തൽ ഫഅദ്ബിഹു, നല്ലതുപോലെ അറക്കുക.
ഇതിപ്പോ ഒരുപക്ഷെ കൊല ചെയ്തിട്ട് വികൃതമാക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാമിന് ഇഷ്ടമുള്ള കാര്യമല്ല, എതിർക്കുന്ന കാര്യമാണ്. സഹാബാക്കളുടെ പ്രത്യേക നിബന്ധനകൾ പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പോയാൽ ഒരു മയ്യത്തിനെ നിങ്ങൾ വികൃതമാക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമമാണ്. കുട്ടികളെ കൊല്ലരുത്, പെൺകുട്ടികളെ കൊല്ലരുത്. നിങ്ങളുടെ എതിരാളികളാണെങ്കിൽ അവൻ കൊന്നു കഴിഞ്ഞാൽ വിട്ടേക്കണം, പിന്നെ അവന്റെ ശരീരത്തെ നിങ്ങൾ വെട്ടി നുറുക്കി വികൃതമാക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് കൊടുത്ത ഉപദേശമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കും സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കും. നമ്മൾ പാലിക്കുന്നോ പാലിക്കപ്പെടുന്നില്ലയോ നല്ല വിഷയം. കുറെ നിയമങ്ങൾ പഠിക്കുന്നല്ലാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് വിഷയങ്ങളൊക്കെ ഞാനിത് വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തരാം. അത് പഠിക്കുകയും കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്നല്ലാണ് നിയമങ്ങൾ. വെറുതെ ഈ ജുമുഅയ്ക്കൂടെ വന്നിരുന്ന് അരമണിക്കൂർ വരുന്ന എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോലല്ല വേണ്ടത്. കുറച്ച് ഖുർആനിലെയും ഹദീസിന്റെയും ഇസ്ലാമിക നിയമവശങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പഠിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഒരുപാട് നിയമങ്ങൾ പഠിക്കണം. തലാഖിന്റെ നിയമങ്ങൾ പഠിക്കണം. ഒരു മരണപ്പെട്ട നിയമങ്ങൾ, അനന്തരാവകാശ നിയമം. ഇവിടെയൊക്കെ അനന്തരാവകാശ നിയമങ്ങളൊക്കെ എങ്ങനെയാ നടപ്പിലാക്കുന്നത്? മൂത്തവനത്ര, ഇളയവനിത്ര, അവനിത്ര, വാപ്പായി നോക്കിയവനത്ര, ഉമ്മായി നോക്കിയവനത്ര, ബാക്കിയുള്ളവരോ ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അല്ലാഹു അക്ബർ. മാതാപിതാക്കളോട് മരണം വരെ ബന്ധപ്പെടാത്ത മക്കളുണ്ട്. മരണം വരെ, മരിച്ചിട്ട് പോലും ആ ഉമ്മ അവന് കൊടുത്തത് കൂടിപ്പോയി, എനിക്ക് കുറച്ചാണ് തന്നത് എന്ന് ചിന്തിച്ചതിന്റെ പേരിൽ ആ മയ്യത്ത് കാണാനോ മയ്യത്ത് നിസ്കരിക്കാനോ തയ്യാറാകാത്ത നമസ്കാരമുള്ള മുസ്ലിം എനിക്കറിയാം. നമസ്കാരമുള്ള മുസ്ലിം എന്ത് മുസ്ലിം? ഇസ്ലാമിക നിയമം അനുസരിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ സ്വന്തം വീട്ടിൽ നീ പണി കഴിപ്പിച്ച വീട്, നീ പണം ചെലവാക്കി വെച്ച വീട്, ആ വീട്ടിലാണ് നിന്റെ വാപ്പയും ഉമ്മയും താമസിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് നിന്നെ അവർ രണ്ടുപേരും ചേർന്ന് പുറത്താക്കി എങ്കിൽ പോലും അവരുടെ മുഖത്തോക്കി ഛേ എന്ന് നീ പറയരുത്, അവർക്കെതിരെ നീ കേസിന് പോകരുത്. ഇസ്ലാമിക നിയമം. നിന്റെ വീട് വാപ്പാടെ അല്ല, ഉമ്മാടെ അല്ല. എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ എന്റെ വാപ്പയും ഉമ്മയും പാർപ്പിച്ചു. ഒരു സുപ്രഭാതത്തിൽ എന്നെ വാപ്പയും ഉമ്മയും ഒരുമിച്ച് ഇറക്കി വിട്ടു ആ വീട്ടിൽ നിന്ന്. എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത് എടുത്തു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവർക്ക് ദുആ ചെയ്യും. ഇതാണ് ഇസ്ലാമിക പാഠം, ഇതാണ് ഇസ്ലാമിക നിയമം. അതുകൊണ്ട് ഇത്തിരി കുറഞ്ഞു പോയതിന്റെ പേരിൽ ആ ഉമ്മയെ ഉപ്പയോട് മിണ്ടാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.